രാഷ്ട്രക്ഷേമത്തിനും ജനനന്മയ്ക്കുമായി ലോക്സഭയിൽ 11 ഉറപ്പുകൾ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കും വികസനത്തിനും വിട്ടുവീഴ്ചയില്ല. കുടുംബം നയിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചനം, ഭാരതീയൻ എന്നതിൽ അഭിമാനം എന്നതടക്കമുള്ള പ്രതിജ്ഞകൾ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാവരും അവരുടെ അടിസ്ഥാന കടമകൾ നിറവേറ്റണം. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരാണെങ്കിലും സാധാരണ പൗരനാണെങ്കിലും വിട്ടുവീഴ്ചയില്ല. അഴിമതിക്കാരെ സാമൂഹികമായി ബഹിഷ്കരിക്കും. ഭാരതീയൻ എന്നാൽ ഓരോരുത്തരിലും അഭിമാനം വേണം. പ്രത്യേക കുടുംബം നയിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചനമടക്കം 11 പ്രതിജ്ഞകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രഖ്യാപിച്ചത്. 7वां संकल्प संविधान का सम्मान हो, राजनीतिक स्वार्थ के लिए संविधान को हथियार न बनाया जाए। 8वां संकल्प संविधान की भावना के प्रति समर्पण रखते हुए जिनको आरक्षण मिल रहा है वो न छीना जाए और धर्म के आधार पर आरक्षण की हर कोशिश पर रोक लगे. രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ BJP സർക്കാർ നടപ്പിലാക്കിയ ഓരോ പദ്ധതികളും പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. വനവാസികൾക്കും സഹകാരികൾക്കും വേണ്ടി പ്രത്യേക മന്ത്രാലയം കൊണ്ടുവന്നത് BJP സർക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ 60 വർഷക്കാലത്തെ ഭരണത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭിച്ചിരുന്നില്ല എന്നും വിമർശിച്ചു. കോൺഗ്രസ് നിരന്തർ संविधान की अवमानना की, संविधान के महत्व को कम किया. कांग्रेस इसके अनेक उदाहरणों से भरा पड़ा हुआ है. संविधान के साथ धोखेबाजी कैसे करते थे, संवैधानिक संस्थाओं को कैसे नहीं मानते थे, इस देश में बहुत कम लोगों को मालूम होगा. 370 की तो पता है सबको, 35A का पता बहुत कम है. ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണ് ഭാരതം. അതിനായി ഏവരും ഏകതയോടെ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിൽ ചിലർ ഭിന്നിപ്പിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്നതായും പ്രധാനമന്ത്രി കോൺഗ്രസിനെ പേരെടുത്ത് വിമർശിച്ചു. ജനം, ഡൽഹി.